അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കൊല്ലത്ത് പോയതൊക്കെയാണല്ലോ കാണിച്ചിരുന്നത്. ഞങ്ങളിപ്പോൾ തിങ്കളാഴ്ച ദിവസം കേട്ടോ ഇത്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഉള്ള ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക്, അതായത് കൊച്ചിയിലേക്ക് വരണതിൻ്റെയൊക്കെ കാണിക്കണം. അപ്പോൾ അതേ കാലത്ത് എണീച്ചതും അതിന് കണ്ണൊക്കെ തിരുമ്മി കിടക്കണുണ്ട്. അപ്പോൾ ഒരു ചെറുതായിട്ടിങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തുന്നുള്ളൂ കേട്ടോ, കാലത്ത് എണീച്ചതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് തയ്ച്ചത് ഇപ്പോൾ എൻ്റെ ഒരു ഉടുപ്പ് തയ്ക്കാനുണ്ടായിരുന്നു. ഒരു ഉടുപ്പില്ല, കുറച്ച് ഉടുപ്പ് തയ്ക്കാണ്ട് ഒരു ഉടുപ്പ് ഞാൻ മുളക്കൊണ്ട് തയ്ച്ച് മേടിച്ച് പിന്നെ അതേ ഞങ്ങൾ ഒരുങ്ങണയാണ് പോകാൻ. ഇപ്പോൾ അന്ന് ഭക്ഷണം കഴിച്ചതൊന്നും കാണിക്കണില്ല. അപ്പോൾ ഒരു പ്രാങ്ക് കാണിക്കണുണ്ട്. അത് ഒരു പല്ലീൻ്റെ അവിടെ ഉണ്ടായിരുന്നു, പല്ലീൻ്റെ ഒരു ഡമ്മി. ഒരു പ്രാങ്ക് കാണിച്ചതാണ്. അതിന് എപ്പോഴും വികൃതി കാണിക്കുമ്പോൾ ഞങ്ങൾ പറയും പല്ലീനെ മേടിക്കണം, അതിനെ പേടിപ്പിക്കണമെന്നൊക്കെ. എന്നുവെച്ചാൽ എല്ലാത്തിലും കൈയിട്ട് വരും, അത് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് പല്ലീൻ്റെ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണേണ്. കാലത്ത് ഫുഡ് കഴിച്ച്, ഉച്ചക്ക് ഫുഡ് കഴിച്ച് വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോണത്. അതൊന്നും എടുത്തില്ല വീഡിയോ. അപ്പോൾ അതാ ഞങ്ങൾ യാത്ര പറയണേണ്. ഹസ്ബൻഡിൻ്റെ ഒരു മാമായുടെ വീട് അവിടെ ഉണ്ട്. അവിടെ കയറി, മാമ മരിച്ചുപോയി, മാമിയുണ്ട്. അപ്പം മാമീനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോണേന് കേട്ടോ. അപ്പോൾ ആ മോള് താമസിക്കുന്നത് കൊല്ലം എന്ന് പറയുമ്പോൾ കുളങ്ങര, അങ്ങനെ ശക്തികുളങ്ങര അവിടെയാണ്. മാമയുടെ വീട് പള്ളിമുക്ക, അങ്ങനെ ജോനാപുരം എന്നെന്തോ പറയും, എനിക്ക് കറക്റ്റ് സ്ഥലം അറിഞ്ഞൂടാ കേട്ടോ. അതൊന്നും ഞാൻ ചോദിച്ചുമില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പോണേണ്, കൊല്ലത്തേക്ക് കയറണേണ്. മാമീൻ്റെ വീട്ടിൽ വന്ന് അവിടെ നിന്ന് ചായ വേണ്ട, അപ്പോൾ മാമി നാരങ്ങ വെള്ളം കലക്കി തന്ന് മിച്ചറൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് ഇറങ്ങി. ഇത് നമ്മുടെ നീണ്ടകരപ്പാലം. അപ്പോൾ പോയപ്പോൾ ഇതൊന്നും എടുക്കാൻ പറ്റില്ല, പറഞ്ഞില്ലേ, കൊച്ച് ഛർദ്ദിച്ച് അങ്ങനെ ബേജാറായി. നമ്മളൊക്കെ ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്ക് വീടെത്തി. അങ്ങനെ വഴിയൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വന്ന സമയത്ത് അതാ കുറച്ചിങ്ങനെ ഓച്ചിറ അമ്പലം പള്ളിയില്ല, സോറി. പിന്നെ അങ്ങനെ പിന്നെ കുറച്ച് നേരം എടുത്തില്ല. പിന്നെ ഇതിപ്പോൾ രാത്രി ഞങ്ങൾ ആലപ്പുഴ ബൈപ്പാസ് കയറി അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ്, ആലപ്പുഴയിലേക്ക് ഇറങ്ങണേണ്. അപ്പോൾ വഴിയിലൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മോളിൽ കൂടെ പാലം വരണം. ഒരു സൈഡിൽ പാലം പോലെ കെട്ടണം, ഒരു സൈഡ് റോട്ടിൽ കൂടെ പോകാം, ഒരു സൈഡ് പൊക്കത്ത് കൂടെ പോകാമെന്ന് പറഞ്ഞ് കെട്ടണം എന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞ്. അപ്പോൾ അതങ്ങനെ കുറേ ഇത് റോഡിൽ മുഴുവൻ ഇങ്ങനെ എന്താ പറയുക, പണി നടത്താനുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കണേണ്. കുറച്ച് സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട്, കുറച്ച് സ്ഥലത്ത് കെട്ടിയിട്ടില്ല, അങ്ങനെ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത്, ആലപ്പുഴ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഒരു ഹോട്ടലിൽ കയറിയതാണിത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ബെസ്റ്റ് ഫുഡായിരുന്നേ. ഇത് നല്ല എല്ലാം ആ ഹോട്ടലൊക്കെ നല്ല ക്ലീനായിരുന്നു. കൈ കഴുകണ സ്ഥലവും ബാത്റൂമും എല്ലാം നല്ല ക്ലീനായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കയറിയിരുന്ന് ഓരോരുത്തരും ഓരോന്ന് ഓർഡർ കൊടുത്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആനുവിനെ ഗ്ലാസ്സിൽ കൂടെ ആനു വീഡിയോ എടുക്കണേണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പം, ഹസ്ബൻഡ് ചപ്പാത്തി, ആനോടും ഉമ്മയും പൊറോട്ട ഓർഡർ കൊടുത്ത്. പിന്നെ ബീഫ് കറി, വെജിറ്റബിൾ കറി. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. വെജിറ്റബിൾ കറിയിൽ ഇച്ചിരി കറിയാമ്പ് കൂടുതലായിരുന്നു, എന്നാലും കൊള്ളായിരുന്നു. ബീഫ് കറി അടിപൊളിയായിരുന്നു. അപ്പം നല്ല സോഫ്റ്റായിരുന്നു. പൊറോട്ട നല്ല, അങ്ങനെ എന്താണെന്നാ നല്ല കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കൊന്നും പിന്നെ അധികമൊന്നും കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടപ്പം കഴിച്ച്, പിന്നെ അത് കഴിഞ്ഞൊരു പൊറോട്ട എടുത്ത് വെച്ചിട്ട് എങ്ങനെയോ ഒക്കെ ഞാൻ കഴിച്ചു. മേടിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ കഴിച്ചു. ആനൊക്കെ 2 പൊറോട്ടയും, ആനയോടും ഉമ്മക്ക് 2 പൊറോട്ടയും മേടിച്ചു. പക്ഷേ അവർ ഓരോ പൊറോട്ട തിന്നുള്ളൂ. അത് ബാക്കി വന്നപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പൊറോട്ട എടുത്ത് കഴിച്ച്. അതാണ് 2 അപ്പത്തിന് ശേഷം എന്താ ഒരു പൊറോട്ട എടുത്ത് കഴിക്കണേണ്. ഈ ബീഫ് കറി നല്ല അടിപൊളിയായിരുന്നു, ബീഫ് റോസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ ഞങ്ങൾ ചോക്കോബാർ മേടിച്ച്, അതിനൊക്കെ ഐസ്ക്രീം മേടിച്ച് അങ്ങനെ അത് കഴിച്ചു. അതെല്ലാം കഴിച്ചതിന് ശേഷം കൈയൊക്കെ കഴുകി ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് അവിടെ ഇട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങണേണ്.
ബില്ലൊക്കെ കൊടുത്തിട്ടാണ് എന്നിട്ടാണ് ഇറങ്ങണം, അത് പറഞ്ഞില്ല ഇടക്ക്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി വീണ്ടും യാത്ര തുടരുകയാണ്. അതിനെ ബേക്കിൽ കയറ്റിയെടുത്ത് അതിൻ്റെ ടാറ്റ കാണിച്ചതാണ് മുമ്പിൽ കയറിയിട്ടൊന്ന് പോണ സമയത്ത് കുറച്ച് നേരം അതിന് മുമ്പിലിരുന്ന്, പിന്നെ ഞാൻ ബേക്കിലിരുന്നോളാന്ന് പറഞ്ഞാൽ അതിന് ബേക്കിൽ പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇതാണ് കണ്ട മോളിലിങ്ങനെ ആ ഒരു പാലം റോഡ് കെട്ടാൻ വേണ്ടി കെട്ടിയിട്ടിരിക്കണ കണ്ട. ഇത് കുറേ ഇവിടെ ഹസ്ബൻഡ് പറയണ്ടായിരുന്നു ഏതോ സ്ഥലം തൊട്ട് എവിടെയോ വരെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കതൊന്നും തലയിൽ നിൽക്കണില്ല കേട്ടോ. അതൊക്കെ അറിയാവുമായിരിക്കും മിക്കവർക്കും, ഒന്നും കാണിക്കണമെന്നുള്ളൂ, എനിക്കിതൊന്നും പറയാനറിയില്ല. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളും നല്ലതൊക്കെ വരുമ്പോൾ അങ്ങനെ എടുത്ത് കാണിക്കണേണ്. അങ്ങനെ ഞങ്ങൾ വീടെത്തി അവിടെ പാർക്ക് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ഉണ്ട്. അപ്പോൾ തലേ ദിവസം എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് അവിടെ ഏൽപ്പിച്ചോ, അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി ആ കൊറിയർ മേടിച്ച് തുറക്കണതാണ്. അത് മോൾ ഓർഡർ കൊടുത്തതാണ്. അത് പിറ്റേന്ന് തന്നെ കിട്ടുകയും ചെയ്ത്. ചൊവ്വാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടത് ഞായറാഴ്ച തന്നെ കിട്ടി. അപ്പോൾ അവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ എത്തിയതിന് ശേഷം രാത്രിയായി എത്തിയപ്പോൾ ചൊവ്വാഴ്ച പോയി ഇത് ഞാൻ മേടിച്ച് ഓപ്പൺ ചെയ്ത് കാണിക്കണതാണ്. ഇത് വൈറ്റ് നിവ്യ, സോഫ്റ്റായ വൈറ്റ് നിവ്യയാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ. അതാ നമ്മുടെ അവിടെ വിളക്ക് ഇങ്ങനെ മുകളിൽ തൂക്കിയിട്ടിരുന്നല്ലോ ലൈറ്റ്, അതൊക്കെ ഹസ്ബൻഡ് കഴുകണേ, പക്ഷെ എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ സ്മൂത്തി സ്ട്രോബെറിയും മാതളവും ചേർത്തിട്ട് പാലിലടിച്ചതാണ്. ഇത് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ആ ഡ്രസ്സ് ഒന്ന് ഇടിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യണതാണ്. തയ്ച്ചിട്ട് ഇട്ടപ്പോൾ ഞാൻ കരയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ ഇന്നൊന്ന് പ്രാക്ടീസ് ചെയ്യണതാണ്. ഇത് ഞാനൊരു പലഹാരം ഉണ്ടാക്കണം കാണിക്കുകയാണ്. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. മൈദ ഒരു കപ്പെടുത്ത് ഈസ്റ്റ് ഇട്ട് ഉപ്പിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് നേരിയ ചൂട് പാലിൽ മൈദ കലക്കി വെക്കണതാണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കലക്കണ്ട. ഇതുപോലെ. ഇത് ഇത്തിരി പഴയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ അന്ന് ഇടാനും വേണ്ടി എടുത്ത് വെച്ചിരുന്നതാണ്. അന്ന് ഇടാൻ പറ്റിയില്ല, ഇപ്പോഴാണ് അത് ഇടുന്നത്. ഇത് ഇറച്ചി വേവിച്ച് വെച്ചതാണ്. മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി, ഉപ്പ്, തൈരെല്ലാം ഇട്ട് വേവിച്ച് വെച്ചതാണ്. വെള്ളം പറ്റിച്ച് വേവിച്ച് വെച്ചതാണ്. അത് ഞാൻ മിക്സിയിലിട്ട് അടിക്കണതാണ്. പിന്നെ അതിന് ഈ മസാല, അതായത് ഞാൻ കലക്കി വെച്ചില്ലേ, അതിന് മസാല ഉണ്ടാക്കണതാണ് കേട്ടോ. അതിനാണ് ആ ഇറച്ചിയും കാണിച്ചത്. ഒരു ചെറിയ സവാള വയറ്റി നല്ല വഴന്ന് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഗരം മസാല ഇട്ട് ഉപ്പിട്ട് കുരുമുളക് പൊടിയും ഇട്ട് നല്ലപോലെ വഴന്ന് വരുമ്പോൾ ആ മിക്സിയിൽ അരച്ചെടുത്ത ബീഫ് ഇട്ട് കൊടുക്കണേ. മിക്സിയിലല്ല, അത് ഫുഡ് പ്രോസസ്സിങ് മിക്സി ഉണ്ടല്ലോ, അതിലാണ് അരച്ചെടുത്ത. എന്നിട്ട് ഇതപ്പത്തേക്കും കുറച്ച് പൊന്തി, ഞാൻ ഈസ്റ്റൊക്കെ ഇട്ട് വെച്ചിരുന്നില്ല. അതിങ്ങനെ കയ്യിൽ നല്ല എണ്ണ ചൂടായിട്ടുണ്ട്. ആ എണ്ണ ചൂടായാൽ കുറച്ച് എണ്ണ കയ്യിലെടുത്ത്, അത് വെച്ചാൽ ഇങ്ങനത്തെ കയ്യിലൊക്കെ വേണം. പ്ലാസ്റ്റിക് കയ്യിലൊക്കെ ആകുമ്പോൾ ഉരുകി പോകട്ടെ. പിന്നെ മറ്റേ കയ്യിലൊക്കെ ആകുമ്പോൾ ചൂടാകുകയും ചെയ്യും. അതുകൊണ്ട് കയ്യിൽ ഇങ്ങനത്തെ വേണം. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് ഒന്ന് എണ്ണയിലിട്ട് അടിയൊന്ന് ചൂടാക്കി എടുത്തിട്ട് ആ മൈദ ആ മാവ് എന്നിട്ട് ഒക്കെ എടുത്തിട്ടാണ് അതിലേക്ക് മസാല വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മൈദ കലക്കിയതിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കണേണ്. എണ്ണയിലേക്ക് തട്ടി അപ്പോൾ അതിൽ നിന്ന് വിട്ട് വന്നു. അപ്പോൾ അതൊരു ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചും കൂടെ മൈദ ഇട്ട് അടച്ച്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടെ എണ്ണ അകത്തേക്ക് കയറുമല്ലോ. അത് ആദ്യം ഉണ്ടാക്കിയ ഒരെണ്ണത്തിലാണ് അങ്ങനെ പറ്റിയത്. പിന്നെ ഉള്ളതിൽ അങ്ങനെ ഹോളൊന്നും വന്നില്ല, കറക്റ്റായി വന്നു. പക്ഷെ അത് ഫുൾ എടുത്തില്ല, ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഇത് ഞങ്ങൾ മുട്ട പൊരിക്കണതൊന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. 2 മുട്ട പൊട്ടിച്ചിട്ട് അതിൽ കുരുമുളക് പൊടി ഇട്ട് ഉപ്പിട്ട്, അപ്പോൾ ഞങ്ങൾ മുട്ട ഹബേൽ ചെയ്യണം, അതായത് ഓംലെറ്റ് എന്താ പറയുക ബുൾസൈ ചെയ്യണതാണ് കേട്ടോ കാണിക്കണം. ഇങ്ങനെ ഇട്ടിട്ട് താഴത്ത് ചൂട് എണ്ണ ഉണ്ടല്ലോ, അത് കോരി ഇങ്ങനെ മുകളിലേക്ക് ഇടുമ്പോൾ മുകളിലും മൊരിയും അടിയിലും മൊരിയും. അപ്പോൾ പൊട്ടിയിട്ടുമില്ല, നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ്. വെച്ചാൽ മുകളിലും അത് മൊരിഞ്ഞ് അടിയിലും മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് തിന്നാൻ. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ എല്ലാവരും. ഇത് മെമ്മോളും കൂടെ കടയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതൊന്ന് ചെറിയ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചതാണ്, നിങ്ങളുടെ ഇട്ടതാണ് കേട്ടോ. ഞാൻ വേറൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എല്ലാവരും. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് മക്കളെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ഉപയോഗമുണ്ടാവണം, പ്രയോജനപ്പെടണം. അങ്ങനെ ആണല്ലോ മക്കൾ നമുക്ക് ചെയ്യേണ്ടത് എന്ന്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു കുട്ടികളുണ്ടായി കല്യാണം, ഇപ്പം ഞാനിപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പണ്ട് മുതലേ പിന്നെ കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാകുക, അതൊക്കെ ഒരു പ്രതിഭാസമാണല്ലോ. അപ്പോൾ ആ നമുക്ക് മക്കളുണ്ടാവുമ്പോൾ, അതായത് മക്കളെ നമ്മൾ പരിപാലിക്കണം. കാക്കക്ക് പൂച്ചം കൊടുക്കാതെ കാലിലും മുള്ള കൊള്ളാതെയൊക്കെ നമ്മൾ അവരെ പരിപാലിച്ച് വളർത്തി പിന്നെ പഠിപ്പിച്ച് ഒരു ഉദ്യോഗസ്ഥരവരായി കഴിയുമ്പോൾ അവർ തിരിച്ച് നമുക്ക് അതുപോലുള്ള പ്രതിഫലം നമുക്ക് തരണം. ആ ഒരു ഇതിലാണല്ലോ നമ്മൾ മക്കളെ വളർത്തുന്നത്. അപ്പം ആ മക്കൾ പഠിച്ച് നമ്മുടെ സന്തോഷം കളഞ്ഞും നമ്മളെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചൊക്കെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. മക്കൾ നന്നായിട്ട് പഠിക്കണം, വളരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ച് മക്കൾ നല്ലപോലെ പഠിച്ച് നല്ലതായി കഴിയുമ്പോൾ ഭാവിയിൽ അവരെ കൊണ്ട് നമുക്ക് സന്തോഷവും സമാധാനം കിട്ടുമല്ലോ എന്നുള്ളൊരു ഒരു കരുതലിലാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. ചെയ്യുമ്പോൾ നാളെ മക്കൾ നമ്മുടെ അടുത്ത് കണക്ക് പറയുമ്പോൾ ഒരു പാരൻസും അത് സഹിക്കൂല, സമ്മതിച്ചു കൊടുക്കൂല. എനിക്കതാ പറയണത്. ഇപ്പം നമ്മൾ ഒരു കണക്കും പറയാതെയും ഒരു ഒരു നമ്മുടെ ആരോഗ്യം കണക്കാക്കാതെയും നമുക്ക് അസുഖമായി കിടന്നാലും നമ്മളെ മക്കൾ നല്ലപോലെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ നാളെ നമുക്ക് തിരിച്ചത് ചെയ്യാതെയും നമ്മളെ അടുത്ത് ഒരുമാതിരി സംസാരമൊക്കെ സംസാരിച്ചിരുന്നാൽ ഒരു പാരൻസ് സഹിക്കൂല എന്നല്ല, പൊറുക്കും, പക്ഷെ മറക്കൂല. ഒരു വാക്കും ഒരു പ്രവൃത്തിയും പാരൻസ് ഒരിക്കലും മറക്കൂല. അവരുടെ അടുത്ത് മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കൂല അവരത്. അപ്പോൾ ഇപ്പം ചിലവർ പറയും എൻ്റെ അടുത്തൊന്നുമില്ല മക്കൾ. ഇപ്പം തള്ളന്മാർ, ഇപ്പം വയസ്സായിരിക്കണം തള്ളന്മാർ, തണ്ടന്മാരൊക്കെ വയസ്സായിരിക്കണം, പാരൻസ് വയസ്സായിരിക്കണം, അവർക്ക് ആരോഗ്യമില്ല. അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇപ്പം ഇത്ര നാളും അവർ കഷ്ടപ്പെട്ടതല്ലേ. അപ്പോൾ അവർക്കൊരു സന്തോഷം വേണം, ഒരു സ്വസ്ഥത വേണം, ഒരു സമാധാനം വേണം എന്നുള്ളപ്പോൾ മക്കൾ പറയണത് ഞങ്ങളിലില്ല, നമുക്ക് തരാനൊന്നുമില്ല, ഞങ്ങളിലില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. മക്കളത് കൊടുക്കണം. ഇപ്പം മക്കൾ പറയണേ എൻ്റെ പേരിൽ അങ്ങനെ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, പിന്നെ എൻ്റെ പേരിൽ വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല, പിന്നെ ഞാനെങ്ങനെ എൻ്റെ പാരൻസിന് കൊടുക്കും എന്നല്ല. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ, നിങ്ങളുടെ പാരൻസിന് നിങ്ങൾ കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ, ജോലിയുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് പാരൻസിന് ചിലവിന് കൊടുത്തിരിക്കണം. അത് ഏതൊരു കോടതിയും അങ്ങനെ പറയുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുള്ളൂ എന്ന് മാത്രമല്ല, അങ്ങനെ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള നിയമവഴികളും അവർ നോക്കും. അല്ലാതെ എൻ്റെ പേരിൽ സ്ഥലമില്ലല്ലോ, പിന്നെ ഞാൻ പാപ്പറാണ്, ഞാൻ എന്ത് കൊടുക്കാനാണ് എൻ്റെ പാരൻസിന് എന്നൊക്കെ പറഞ്ഞാലൊന്നും ഒന്നും നടക്കൂല. കാരണം നിന്റെ കുടുംബം നടക്കുന്നുണ്ടോ, നിന്റെ ചിലവ് നടക്കുന്നുണ്ടോ, നീ ജോലി ചെയ്യുന്നുണ്ടോ, നിനക്ക് എത്ര സാലറി കിട്ടുന്നുണ്ട്, അതിലൊരു ഭാഗം പാരൻസിന് പ്രത്യേകമായിട്ട് കൊടുക്കേണ്ടതാണ്. പ്രത്യേകമായിട്ട് മാറ്റി വെക്കാനേ ഏതൊരു കോടതിയും പറയുള്ളൂ. പിന്നെ ഒരു ഭാഗം നിൻ്റെ ഭാര്യക്കും മക്കൾക്കും, ഒരു ഭാഗം നിനക്കുള്ളത് കൊടുത്തോ. അങ്ങനെ പിന്നെ വേണമെങ്കിൽ നിനക്ക് സേവ് ചെയ്യാം. ഒരു ഭാഗം ഭാര്യയും നിനക്കും നിൻ്റെ ഭാര്യക്കും മക്കൾക്കും, ഒരു ഭാഗം പാരൻസിന്, ഒരു ഭാഗം നീ സേവ് ചെയ്തോ എന്ന് മാത്രമേ ഏതൊരു കോടതിയും പറയുള്ളൂ. അല്ലാതെ പാപ്പറാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഒന്നും ഒരു വെളിയിൽ പോവില്ല കേട്ടോ. ഇത് നിയമം അറിയാൻ പാടില്ലാത്ത, അതായത് അറിഞ്ഞിട്ടും അറിയുന്നതായി ഭാവിക്കാത്ത കുറച്ച് മക്കൾക്ക് കൊടുക്കണ ഒരു ഇതാണ് കേട്ടോ, ഒരു ഉപദേശമാണ് കേട്ടോ ഇത്. പിന്നെ ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് സ്ഥലം മേടിക്കാനോ വീട് മേടിക്കാനോ ഒരു ലോൺ എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചോ. പക്ഷെ അവരാദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് സാലറി എത്രയാണെന്ന് ചോദിക്കണം. അത് കഴിഞ്ഞ് അവർ ചോദിക്കണം വീട്ടിൽ പ്രായമായ പാരൻസ് ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ആ സാലറിയിൽ ഒരു ഭാഗം പാരൻസിനും ഒരു ഭാഗം ഭാര്യക്കും മക്കൾക്കും അവർക്കുമുള്ള ചിലവ്, പിന്നെ ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെതായ നിങ്ങൾക്ക് ലോൺ കിട്ടുള്ളൂ ബാങ്കിൽ നിന്ന്. എന്ന് വെച്ചാൽ ഫസ്റ്റ് മുൻഗണന കൊടുക്കണം മാതാപിതാക്കൾക്ക്, പിന്നെ അവരും ഭാര്യയും മക്കളും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ബാലൻസ് ഉണ്ടോ ആ ബാലൻസിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് 40 ലക്ഷം ശമ്പളമുണ്ട്, 50 ലക്ഷം ശമ്പളമുണ്ടെന്നും പറഞ്ഞ് 25 ലക്ഷം 30 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോയാൽ ഒരിക്കലും കിട്ടൂല. അതാരും ഇതാക്കണ്ട. ഞാൻ ഇത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാൾ 18 വർഷത്തോളം ഞാൻ കൊറിയർ വർക്ക് ചെയ്തതാണ്. അതിലും കൂടുതലും ബാങ്കിലത്തെ വർക്കായിരുന്നു എനിക്ക്, കൊറിയർ എടുക്കലും കൊടുക്കലും ഒക്കെ. ഒരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നത് 18 കൊല്ലം ഞാൻ വർക്ക് ചെയ്തു കൊറിയറിൽ ഫീൽഡ് സ്റ്റാഫായിട്ട്.
ആദ്യമായിട്ട് കൊറിയറിലൊരു കൊച്ചിയിൽ ഒരു പെണ്ണ് ആദ്യമായിട്ട് കൊറിയറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനാണ്. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് 10-28 വയസ്സ് ഉണ്ട്. അന്ന് എൻ്റെ ജീവിത പ്രാരബ്ധങ്ങൾ കാരണം ഞാൻ ഇറങ്ങിയതാണ്. അന്ന് ജോലിക്ക് ഇറങ്ങിയത്. ഒരു 10-18 കൊല്ലത്തോളം ഞാനത് ചെയ്ത്. അപ്പം അങ്ങനെ എനിക്ക് ബാങ്കിലും എല്ലായിടത്തും ലെറ്റർ കൊടുക്കാനുണ്ടാവും, ഓഫീസുകളിലുണ്ടാവും, ബാങ്കിലുണ്ടാവും, പോലീസ് സ്റ്റേഷനിലുണ്ടാവും, എല്ലായിടത്തും എനിക്ക് ലെറ്ററുകൾ കൊടുക്കാനും ഉണ്ടാവും. അവരിങ്ങോട്ട് ലെറ്റർ തരും അയക്കാനായിട്ട്. കൊറിയറിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ലെറ്റർ കളക്ട് ചെയ്യുക, വന്ന ലെറ്റർ അവരവരെ ഏൽപ്പിക്കുക, അങ്ങനെയുള്ളതൊക്കെ. അവിടെ നിന്ന് വരുന്ന ലെറ്റർ അവരെ ഏൽപ്പിക്കുക. ഫീൽഡ് സ്റ്റാഫായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിനുശേഷം എനിക്ക് ഒരുവിധപ്പെട്ട എല്ലാ നിയമകാര്യങ്ങളും, ഒരുവിധപ്പെട്ട നിയമകാര്യങ്ങളും മിക്കതും എനിക്കറിയാം. അതുകൊണ്ട് കൂടിയാണ് ഞാനിതിൽ ഞാനിപ്പോൾ പറഞ്ഞതിന് എൻ്റെ അടുത്ത് ചോദിക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ വലിയ പഠിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല. ഞാൻ വലിയ പഠിച്ചിട്ടൊന്നുമില്ല, 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. ആ പഠിപ്പില്ലാത്തതിൻ്റെ ദണ്ണവും ഞാൻ അറിഞ്ഞതാണ്. പഠിപ്പില്ലാത്തതിൻ്റെ ആ ദണ്ണവും ഞാൻ അറിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളടുത്തും പറയും, പഠിക്കണം, പഠിച്ച് നല്ല ജോലി മേടിക്കണം. 3 പേരെടുത്തും പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ പെൺമക്കളത് അവർ കെട്ടിക്കൊണ്ട് പോകണം, അവർക്ക് ജോലിക്ക് വിടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവർക്ക് വിടാം, ഇല്ലെങ്കിൽ വിടണ്ട. അതിൽ ഞാൻ ഇടപെടാറില്ല. പക്ഷെ നമ്മൾ മക്കളെ നമ്മൾ ഇതാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നാളെ അവർ ജോലിക്ക് കയറി, നമുക്കിപ്പോൾ ഒന്നുമില്ല, വലിയതൊന്നുമില്ല, നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല. ആ മക്കൾ ജോലിക്ക് കയറി അവരെന്തെങ്കിലുമൊക്കെ നമുക്ക് തരുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ നമുക്ക് അപ്പോൾ കണ്ടെത്താം എന്നുള്ളതിനാണ് നമ്മുടെ മക്കളെ കണ്ടെത്തുന്നത്. അപ്പോൾ ആ മക്കൾ, പെൺമക്കളായാലും ആൺമക്കളായാലും, പാരൻസിനൊരു പ്രായം വയ്ക്കുമ്പോൾ അവരെ അനാഥാലയത്തിൽ കൊണ്ടെത്താനുള്ളത്, അല്ലെങ്കിൽ അവരെ ഒരു ഉപേക്ഷിച്ച മട്ട് കാണിക്കൽ, അതൊക്കെ വലിയ തെറ്റാണ്, വലിയ തെറ്റ്. ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് അത് തന്നെയാണ്. അപ്പോൾ ഓർക്കും ചില മക്കൾ ഞാൻ പിന്നെ പറയട്ടെ, ബാക്കിയുള്ള ഞാൻ അടുത്ത വീഡിയോയിൽ പറയട്ടെ. പറഞ്ഞ് കയറുമ്പോൾ നമ്മുടെ വ്യൂസ് ലെങ്ത്ത് കൂടിപ്പോഴും, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോകുന്നുണ്ട്. ഇനിയും എനിക്ക് കുറേ അധികം പറയാനുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞില്ലേ അവരുടെ റിപ്ലൈയും ഞാൻ പറയുന്നതാണ്, എല്ലാം ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വീണ്ടും കാണാം. എൻ്റെ ബാക്കി വീഡിയോ ഞാൻ ഇതിൻ്റെ ബാക്കിലിടുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം. അസ്സലാമു അലൈക്കും. ഞാനില്ലേ എപ്പോഴും ഫോണിലാണ്, അംഗൻവാടിയിലൊന്നും പോകില്ല, മടിച്ചാണ്. ഒച്ചപ്പറ പഠിക്കണ്ട അല്ലേ, പാട്ട് സ്കൂളിൽ പോയാൽ മതി. എപ്പോൾ പോകും സ്കൂളിൽ? ഏത് സ്കൂളിലാണ്? സ്കൂളിൻ്റെ പേര്? അതെ, എൻ്റെ ഒരു പഴയ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. ഇപ്പം ആനും ഇടുക്കിയാണ് സ്കൂളിലൊക്കെ പോകണുണ്ടേ. പിന്നെ ഈ മോളുടെ ഞാൻ ഇത് വീഡിയോ ഇടണമെന്ന് വെച്ച് ഇരുന്നതാണ്. പക്ഷേ വീഡിയോ ഇടുന്നതിൻ്റെ തലേ ദിവസം ഞാൻ കേട്ടു കുട്ടി മരിച്ചെന്നുള്ളത്. നമുക്കെല്ലാവർക്കും ഈ മോൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.